ഹലോ ഗുഡ് മോർണിംഗ് ഗായ്സ്, വെൽക്കം ടു ജോധ്പൂർ ഡേ 1. അപ്പോൾ ജോധ്പൂർ നമ്മൾ എത്തി, ലാൻഡ് ചെയ്തു. നമുക്ക് ഇനി ഒരു റൂം തപ്പണം, നേരെ മുസ്റ്റാച്ച് ഹോസ്റ്റലിലേക്ക്. അങ്ങനെ അവിടെ ചെക്ക് ഇൻ ചെയ്ത് ബാഗ് വെച്ച് ഞാൻ നേരെ പോയത് 1.5 കിലോമീറ്റർ അപ്പുറത്തുള്ള മെഹർഗങ് ഫോർട്ടാണ്. ജോധ്പൂരിൻ്റെ മെയിൻ അട്രാക്ഷൻ മെഹർഗങ് ഫോർട്ട്. ഇവിടെ എത്തിയപ്പോഴാണ് കൗതുകമായിട്ടുള്ളൊരു വാർത്ത അറിഞ്ഞത്. മൂവി ഷൂട്ടിങ് പലതും നമ്മൾ കണ്ടിട്ടുണ്ട്, പക്ഷേ ഇവിടെ ഷൂട്ട് ചെയ്ത പടം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹോളിവുഡ് പടമാണ്. സാക്ഷാൽ ക്രിസ്റ്റഫർ നോളൻ്റെ ദ ഡാർക്ക് നൈറ്റ് റൈസസ് എന്ന് പറഞ്ഞ ഒരു മൂവി, അതിവിടെ ഷൂട്ട് ചെയ്തത്. ഫസ്റ്റ് കാഴ്ച തന്നെ ഒരു യമണ്ടൻ സാധനം കേട്ടോ, ഒരു വലിയൊരു ഫോർട്ടാട്ടോ ഇത് കുറേയേറെ നടക്കാനുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ എൻട്രി ഫീസ് വരുന്നത് വെച്ചാൽ 200 രൂപ കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം ഒരു എൻട്രി ടിക്കറ്റ് എടുത്തതിന് ശേഷം നമ്മൾ മേലോട്ട് നടക്കുവാണ്. ഒരു കിട്ടിയില്ല ആർക്കിടെക്ചർ തന്നെ, ഒന്നും പറയില്ല. രാവിലെ 9 മണിക്കാണ് ഇതിൻ്റെ ഓപ്പണിംഗ് വരുന്നത്. ഞാൻ 9 മണിയായപ്പോൾ എത്തി. ഞാൻ വന്നപ്പോൾ ആൾക്കാർ കുറവായിരുന്നു, വളരെ കുറവായിരുന്നു. പക്ഷേ ചെറുതായിട്ട് മഴയൊക്കെ പെയ്തിച്ചിട്ട് ഡിലേ ആയപ്പോഴത്തേക്ക് ആൾക്കാർ ഇങ്ങനെ വന്നുകൂടി. രാജസ്ഥാനി ഡ്രസ്സ് ഇട്ട കുറച്ച് ലോക്കൽ ആൾക്കാർ വന്നിട്ടുണ്ട്. മേ ബി ജോധ്പൂരിൽ നിന്നായിരിക്കില്ല, അവർ വേറെ എവിടെയെങ്കിലും രാജസ്ഥാനിലെ മറ്റു പല ഗ്രാമപ്രദേശങ്ങളിൽ നിന്ന് മെഹർഗങ് ഫോർട്ട് കാണാൻ വേണ്ടിയോ ജോധ്പൂർ കാണാൻ വേണ്ടിയോ വന്നതായിരിക്കാം. അപ്പോൾ നമുക്ക് അവരെ ഫോളോ പണ്ണാം. കുറച്ച് പില്ലർ സെറ്റും ഉണ്ട് കേട്ടോ അവരോട്. പിന്നെ മറ്റേ കളർഫുൾ ബാണ്ടക്കെട്ടും ഒക്കെ ആയിട്ട് ചേട്ടൻ നമ്മുടെ ഫ്രണ്ടിൽ നടന്നു പോകുന്നുണ്ട്. അപ്പോൾ ഇതാണ് മെയിൻ കവാടം. മഴ വീണ്ടും ചെറുതായിട്ട് ചാറി തുടങ്ങി കേട്ടോ. പക്ഷേ നമ്മളത് വകവയ്ക്കാൻ നടക്കുക, കാരണം വലിയ മഴയില്ല. നമ്മൾ പയ്യെ വെച്ച് നടക്കാമെന്ന് വിചാരിച്ചു മുമ്പോട്ട്, അല്ലെങ്കിൽ പിന്നെ നമുക്കെല്ലാം കണ്ടു തീർക്കാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ വീണ്ടും നടന്ന് ഫ്രണ്ടിലെത്തിയപ്പോഴാണ് നമ്മൾ ഈ വലിയൊരു കോട്ട കാണുന്നത്. ഈ കോട്ടയുടെ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഭാഗത്തോട്ട് നമുക്ക് എൻട്രി ഇല്ല, അവിടെ എക്സിറ്റ് ആണ്. പിന്നെ വീണ്ടും ഒരു കവാടം കാണാം. അപ്പോൾ ഈ കവാടവും ക്രോസ് ചെയ്ത് പോകണം. അങ്ങനെ ഒരുപാട് കവാടങ്ങളുള്ളൊരു ഫോർട്ടാട്ടോ മെഹർഗങ് ഫോർട്ട്. അപ്പം ഇതാണ് നമ്മുടെ മെഹർഗങ് ഫോർട്ട്. എങ്ങനെയുണ്ട്, എപ്പടിയുണ്ട് വ്യൂ? കാണും നമ്മുടെ മെഹർഗങ് ഫോർട്ടിൻ്റെ മ്യൂസിയം. നമ്മൾ സിറ്റി പാലസ് കണ്ട പോലത്തെ ഒരു സെയിം മ്യൂസിയമാണ്. അപ്പോൾ അതിൻ്റെ എൻട്രി വരുന്നതാണിത്. ഇവിടെ നമുക്ക് സെപ്പറേറ്റ് എൻട്രി ടിക്കറ്റാണ്. നമ്മൾ ടിക്കറ്റ് എടുക്കുമ്പോൾ നമുക്ക് 2 റെസിപ്റ്റായിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ ഒരെണ്ണം കൊടുത്തു കഴിഞ്ഞാൽ അതിൽ പഞ്ച് ചെയ്തിട്ടാണ് നമുക്ക് ഇവിടെ എൻട്രി വരുന്നത്. അപ്പോൾ ഇവിടെ കുറച്ച് കാവൽക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിനോട് ചേർന്ന് തന്നെ ഒരു കഫേ വരുന്നുണ്ട്, ജോധ അക്ബർ കഫേ. അപ്പം ആ കഫേയുടെ ഒരു ബിൽഡിംഗ് ആയി കാണുന്ന ഒരു മഞ്ഞ കളറിൽ, ബാക്കിയെല്ലാം ഒരു ബ്രൗൺ കളറിലാണ് വരുന്നത്. അപ്പോൾ നമ്മൾ കഫേ കയറാതെ നേരെ നമ്മൾ മ്യൂസിയത്തിൽ കയറുവാണ്. അപ്പോൾ മ്യൂസിയത്തിൽ കയറുമ്പോൾ ഇങ്ങനെ ഒരു കോണിപ്പടി കാണാം. നമ്മൾ ഈ ലൈറ്റ് ഹൗസിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെ സർക്കുലർ ഷേപ്പിൽ മേളിലോട്ടുള്ള കോണിപ്പടി ഇല്ലേ, അപ്പോൾ അത് കണ്ടു. ഇതാണ് ദ കിഡിലോസ്കി ഐറ്റം ഷീഷ് മഹൽ. ഫുള്ള് കണ്ണാടികൾ, നമുക്ക് എണ്ണാൻ പറ്റാത്തരം കണ്ണാടികളുള്ളൊരു മഹലാണ് ഷീഷ് മഹൽ. ഷീഷ് എന്ന് വെച്ചാൽ ഹിന്ദിയിലും മഹല. ഒരുപാട് കണ്ണാടികളുണ്ട്. ഇത് നമുക്ക് പല സ്ഥലത്തും കാണാൻ പറ്റും കേട്ടോ. നമ്മൾ ജയ്പൂരിൽ പോയപ്പോഴും അവിടെ അംബർ ഫോർട്ടിലുണ്ടായിരുന്നു, അതുപോലെ തന്നെ ഉദയ്പൂർ പോയപ്പോഴും ഉണ്ടായിരുന്നു. പക്ഷേ അത് രണ്ടും നമുക്ക് കാണാൻ പറ്റില്ല, കാരണം അതിന് എക്സ്ട്രാ ഫീസ് കൊടുക്കണം, 500 രൂപ. പക്ഷേ നമ്മുടെ ഈ മെഹർഗങ് ഫോർട്ടിൻ്റെ ഇതിനകത്ത് തന്നെ നമുക്ക് ഇൻബിൽട്ടായിട്ട് നമുക്ക് ഇതിന് എൻട്രി ഉണ്ട്. ഇത് പക്ഷേ നമുക്ക് അകത്തോട്ട് കയറാൻ പറ്റില്ല, അല്ല അപ്പുറ സൈഡിൽ പോയി കയറാം അല്ലേ. അപ്പോൾ അപ്പുറ സൈഡിൽ പോയി കയറി നോക്കാം. കിട്ടില്ല സാധനം കേട്ടോ, ഒരു കിഡിൽ ആർക്കിടെക്ചർ, ഒന്നും പറയില്ല. മേളിൽ ഈ ലൈറ്റ് കണ്ടോ, ഈ ലൈറ്റ് തന്നെ എന്താ ഒരു ഭംഗി, സൂപ്പർ. നെക്സ്റ്റ് നമ്മൾ പോയത് ഈ മഹലിലേക്കാട്ടോ. ഇതിന് പ്രത്യേകിച്ച് പേരും കാര്യങ്ങളൊന്നുമില്ല, പക്ഷേ ഇതൊരു ദർബാർ സെറ്റപ്പാണ്. എനിക്കിത് കണ്ടപ്പോൾ തന്നെ ഓർമ്മ വന്നത് നമ്മുടെ ബ്രഹ്മയോഗം സിനിമയിൽ ക്രിസ്റ്റോ സേവർ ചെയ്തൊരു ട്രാക്കുണ്ട്, പൂമാണി മാളിക എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ അത് വെച്ചൊരു സ്റ്റോറിയൊക്കെ ഇട്ടായിരുന്നു. അപ്പോൾ അതുപോലത്തെ ഒരു പൂമാണി മാളികയായിട്ടാണ് എനിക്കിത് കാണുമ്പോൾ തന്നെ തോന്നിയത്. ഒരു 50% ഉള്ള ഒരു ഗോൾഡ് കളർ തീമിലാട്ടോ ചെയ്തേക്കുന്നത്. അതുപോലെ എൻ്റെ ആ ഒരു കവാടം കണ്ടില്ലേ, അത് അടിപൊളി. നെക്സ്റ്റ് നമ്മളിത് കണ്ടത് ഇതൊരു ബെഡ്റൂം ആണെന്നാണ് എൻ്റെ ഒരു നിഗമനം. കാരണം ഒരു ബെഡും ഉണ്ട്, പിന്നെ സോഫ സെറ്റ് പോലത്തെ സാധനങ്ങൾ, അങ്ങനത്തെ ഒരു ഐറ്റംസൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെയും ഫുള്ള് ഭംഗിയാട്ടോ. ഗ്ലാസ്സൊക്കെ കണ്ടില്ലേ, പല നിറത്തിൽ, റെഡ്, ബ്ലൂ, പച്ച നിറത്തിൽ, ഭയങ്കര ഭംഗി. അപ്പോൾ ലൈറ്റൊക്കെ അടിക്കുമ്പോൾ ഭയങ്കര രസമായിരിക്കും. അങ്ങനെ അതൊക്കെ കണ്ട അവസാനം നമ്മൾ ഈ സെഷൻ്റെ പുറത്തെത്തി നമ്മൾ ഇവിടെ ഒരു ഭാഗത്ത് നമുക്ക് ജോധ്പൂർ സിറ്റി കാണാൻ കേട്ടോ. ദൂരെ നോക്കിക്കഴിഞ്ഞാൽ ബ്ലൂ കളർ പെയിൻ്റ് അടിച്ച വീടുകളെല്ലാം കാണാം. ദ ബ്ലൂ സിറ്റി ജോധ്പൂർ. പ്ലീസ് ഡു എൻജോയ് ദ വ്യൂ, ജസ്റ്റ് നീലമയം. അത് കഴിഞ്ഞ് ഏകദേശം നമ്മുടെ ഫോർട്ട് ടൂർ കഴിയായിരുന്നു. നമ്മൾ അവസാനം എത്താറായപ്പോഴത്തേക്ക് നല്ല രീതിയിൽ മഴ പെയ്യാൻ തുടങ്ങി കേട്ടോ. മഴ നമുക്ക് സഹിക്കാനാവാതെ ഞാൻ ഒരു മരത്തിൻ്റെ കീഴിൽ കയറി നിന്നു. കാണുമ്പോൾ വലിയ രീതിയിൽ മഴയൊന്നുമില്ല, പക്ഷേ ഏകദേശം നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റാണ്ടായ ഒരവസ്ഥയാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ കയറി നിന്നു. അവിടെ കുറേ നേരം വെയിറ്റ് ചെയ്തിരുന്ന് മഴ അവസാനം മാറുന്നില്ലെന്ന് കണ്ടപ്പോൾ അവസാനം പിന്നെ ഇറങ്ങി നടന്നു. അങ്ങനെ നടന്ന് ഈ ടോപ്പിലെത്തിയപ്പോഴാണ് ഇങ്ങനെ ഒരു പീരങ്കി കണ്ടത്, ഒരു കിടിലം പീരങ്കി. ഇതാണ് നമ്മൾ ടോപ്പിൽ നിന്ന് കണ്ട പീരങ്കി കേട്ടോ. അപ്പോൾ ഇതാണ് വ്യൂ. മഴ നല്ല രീതിയിൽ കാണും. എനിക്ക് ക്യാമറ നോക്കുമ്പോൾ വെള്ളം തുള്ളികൾ എൻ്റെ ക്യാമറ ഇരിക്കുന്നത് കാണാം. അതുപോലെ ഇവിടെ വേറെ 2 സൈസ് പീരങ്കി ഇരിപ്പുണ്ട്. ടോപ്പിൽ ഫുള്ള് മഴയായിട്ട് നമുക്കൊന്നും കാണാൻ പറ്റുന്നില്ല. ദൂരെയുള്ള വീടുകളൊന്നും കൃത്യമായിട്ട് കാണാൻ പറ്റുന്നില്ല കേട്ടോ. നോക്കിക്കഴിഞ്ഞാലേ ഇങ്ങനെ സൂം ചെയ്ത് നോക്കിയാൽ നമുക്ക് അത്യാവശ്യം വീഡിയോ കാണാം. ചെറിയ രീതിയിൽ ബ്ലൂ കളർ പെയിൻ്റ് അടിച്ച വീടുകളും കാണാം. മഴ ശക്തമായിട്ട് തന്നെ തുടർന്നു കേട്ടോ. അപ്പോഴാണ് ഞാൻ 2 രാജസ്ഥാനി ചേട്ടന്മാരെ പരിചയപ്പെട്ട്. ഒരു ചേട്ടൻ ജോധ്പൂരുകാരനും മറ്റേ ചേട്ടൻ ബാർമറുകാരനും. അവർ റെയിൽവേ ട്രാക്കിലെ പണിക്കാരാട്ടോ. അവർ ഒരു ട്രാക്കിന് എന്തോ സംഭവം വർക്ക്ഷോപ്പിൽ കയറ്റിയിട്ട് അവരുടെ ഗ്യാരേജിൽ കയറ്റിയിട്ട് അവിടെ കുറച്ച് ലാഗ് എടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് അവർ നേരെ കറങ്ങാൻ വേണ്ടി വന്ന മെഹർഗങ് ഫോർട്ട്. അപ്പോൾ അവർക്ക് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കൊടുത്ത് അവരോട് പരിചയപ്പെട്ടൊക്കെ ഇരുന്നു. അത് കഴിഞ്ഞ് മഴ ഭയങ്കര ശക്തമായപ്പോഴത്തേക്ക് സ്റ്റെപ്പിൽ കൂടെ ഒക്കെ മഴ. നമ്മൾ മഹാരാഷ്ട്രയിൽ കാണത്തില്ലേ, അംബോളി വാട്ടർഫോൾസ് കാണത്തില്ലേ, അതുപോലെ കൊരിഘാട്ട് ഫോർട്ടിൽ കാണത്തില്ലേ, അതുപോലെ ഇങ്ങനെ സ്റ്റെപ്പിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങുന്ന ഒരു കാഴ്ച കാണാൻ പറ്റും കേട്ടോ. അത് നല്ല രസമുണ്ടായിരുന്നു.
ഈ തടാകം കാണാൻ നല്ല രസമുണ്ടല്ലേ. അപ്പോൾ ഈ തടാകത്തിൻ്റെ അവിടെ ചെറിയൊരു ജസ്വന്താടയുടെ ഒരു സ്തൂപം പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ജസ്വന്താട ഇതിൻ്റെ തൊട്ടപ്പുറത്തുള്ളൊരു 300 മീറ്റർ മാറിയിട്ടുള്ളൊരു വൈറ്റ് മാർബിൾ ചെയ്തൊരു ആർക്കിടെക്ചർ ആട്ടോ. ചെറിയ രീതിയിലൊരു വെള്ളച്ചാട്ടമൊക്കെ കാണാം. അപ്പോൾ അങ്ങനെ മഴ ടോട്ടലി മാറിയിട്ടുണ്ട്. അങ്ങനെ നല്ലൊരു കാലാവസ്ഥയിലേക്ക് നമ്മൾ തിരിച്ചെത്തി. ഇവിടെ പിന്നെ ഫുൾ പച്ചപ്പാട്ടോ, കണ്ട രാജസ്ഥാനൊന്നും പറയത്തേ ഇല്ല. ना जाओ